എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സാമ്പാർ ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് വേവിക്കണം, പിന്നെ പച്ചക്കറികൾ വേവിക്കണം, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കണം, പിന്നെ കടുകും മുഴുമുളകും വെളിച്ചെണ്ണയിൽ താളിച്ച് ഇടണം. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്, പുളിവെള്ളം, പച്ചക്കറി എല്ലാം ശരിയാക്കി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെയായി ചെയ്യാനുള്ളത് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ്, വെള്ളം എന്നിവ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിലാണ് ഈ പരിപ്പ് വേവാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിപ്പ് വേവാനുള്ളൊരു സമയം കൊടുക്കുക. അപ്പോൾ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടും. പരിപ്പ് കുറച്ച് നേരം കഴുകി കുതിർത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും 2 വിസിലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് മാറ്റം വരുത്താം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുക്കിങ്ങിൽ ഓൾട്രേഷൻ വരുത്താം. അപ്പോൾ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ച പച്ചക്കറികൾ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ പച്ചക്കറികൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ വേപ്പിലയാണ് ഇടുന്നത്. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക. 2 വിസിൽ തന്നെയാണ് ഈ പച്ചക്കറികൾ വേവാനായിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ വെന്ത് വന്ന പരിപ്പും പച്ചക്കറികളും ഒന്ന് 2 വിസിൽ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, പരിപ്പ്, മുഴുവൻ മുളക്, അതുപോലെ തന്നെ നാളികേരം, ഉഴുന്ന്, മല്ലി, ഉലുവ. ഇതിൽ മല്ലിയാണ് ഏറ്റവും കൂടുതലായിട്ട് സാമ്പാറിൽ കൂടുതലായിട്ട് നിൽക്കേണ്ട ഒരു ഫ്ലേവർ. ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് ഫീലിംഗ് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഉലുവ കുറച്ചിട്ടാൽ മതി. അപ്പോൾ അതും ഒക്കെ കൂടിയിട്ട് ഇനി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പരിപ്പും പച്ചക്കറികളും വേവണ സമയത്ത് തന്നെ ഞാനൊരു ചീഞ്ചട്ടി എടുത്തിട്ട് ആ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ, നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള നാളികേരം, ഉഴുന്ന്, ഉലുവ, മല്ലി, മുഴുവൻ മുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, പരിപ്പ് 9 ഐറ്റംസ് ഉണ്ടാവും. അതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവണം. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അത് ശരിയാക്കിയിട്ട് എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികൾ വെന്ത് കിട്ടും. പച്ചക്കറികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയ്പ്പയ്ക്കായൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പാറിനൊരു കയ്പ്പ് ഫ്ലേവറായിട്ടായിരിക്കും കൂടുതലുണ്ടാവുക. മത്തങ്ങയ്ക്ക് എടുക്കുകയാണെങ്കിൽ മധുരം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ പച്ചക്കറികൾ 2 വിസിലടിച്ചപ്പോൾ തന്നെ പച്ചക്കറിയും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ റെഡിയാക്കി മൂപ്പിച്ചെടുത്ത അരപ്പ് അരച്ച് ഒഴിക്കണം. അപ്പോൾ അരപ്പ് തണുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായി പേസ്റ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം കുതിർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതെല്ലാം നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കടുകും മുളകൊക്കെ താളിച്ചിടാന്ന് പറയും. അപ്പോൾ അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടി വന്നതിന് ശേഷം മുഴുവൻ മുളകും അതുപോലെ തന്നെ വേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ച സാമ്പാറിലേക്ക് ഒഴിക്കുക. ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് നോക്കുക. ഇതൊഴിച്ചതിന് ശേഷം നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി കൂടി ഇട്ടതിന് ശേഷം നന്നായി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സാമ്പാർ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം. അപ്പോൾ താങ്ക് യു.